നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജാത. ക്യാൻ അഥവാ ഹാർഡ് നെറ്റ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ ഫ്രോക്കിൻ്റെയും ഗൗണിൻ്റെയൊക്കെ ഉള്ളിൽ പഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഈ നെറ്റ് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ഒരു അടിപൊളി നെക്ക് ഡിസൈൻ, ചുരിദാറിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച് ബാക്കി വന്ന നെറ്റാണ് ഇപ്പോൾ അത് കേട്ടോ. അതിൽ ഡിസൈൻ വെട്ടുകയാണ്. അതിന് ഡിസൈൻ വെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ലീഫാണ് അപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പെട്ടെന്ന് നമുക്കൊരു ഡിസൈൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പേനയും പെൻസിലൊക്കെ ഇട്ട് വരച്ച് അങ്ങനെ ഒന്നും കഷ്ടപ്പെടണ്ട. നേരെ തൊടിയിലേക്ക് ഇറങ്ങുക, നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പുള്ള ഒരു ലീഫ് വെട്ടിയെടുക്കുക. ഇതുപോലെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ലീഫും ഫ്ലവറും ഒക്കെ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ, 2 വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പ്ലേലിസ്റ്റിലുണ്ട്. ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലീഫ് വെട്ടിയിട്ടുണ്ട്. അതിൽ ഇതുപോലെ അങ്ങനെ വെട്ടി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ വെട്ടിയാലും നൂലെടുക്കൊന്നുമില്ല. കാരണം ഇത് ഒരു തരം സിന്തറ്റിക് സംഭവമാണ്. അപ്പോൾ നൂലെടുക്കുക ഒന്നുമില്ല, എവിടെ വെട്ടിക്കൊടുത്തോ അവിടെ നിൽക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ വെട്ടുമ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ, എല്ലാം ഇളകുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗമ്മൊക്കെ ഒന്ന് വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഗമ്മ വെച്ച് ഒട്ടിച്ചിട്ടില്ലേ, വേണമെങ്കിൽ ഗമ്മ വെച്ച് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ലീഫ് കുറച്ചധികം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലീഫ് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആ ലീഫിനെ ഇങ്ങോട്ട് വെട്ടിയെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു 5-6 നെറ്റും കൂടി ഇതുപോലെ വെട്ടിയെടുക്കുക. അപ്പോൾ അങ്ങനെ വെട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് വരയ്ക്കാം. നെക്കിൻ്റെ താഴത്തെ പോർഷനാണ് ഇപ്പോൾ വരയ്ക്കണത്. വീനെക്കാണ് കേട്ടോ. വീനെക്കിൻ്റെ താഴത്തേക്കാണ് ഇപ്പോൾ ഇത് വരയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ വെട്ടി വെച്ചതൊക്കെ ഒന്ന് ഷേപ്പിൽ വെക്കുകയാണത്. ഫ്ലവറാണ്, ഷേപ്പിൽ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഗമ്മ, ഇപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട്, 7000 നമ്പറുള്ള ഗമ്മാണ് ഉപയോഗിക്കാറ് കേട്ടോ. അതില്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ മതി. ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ഫെവി ബോണ്ട് ഏതായാലും കുഴപ്പമില്ല. നല്ലൊരു ഗമ്മ് വെച്ചിട്ട് വൃത്തിയായിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളകൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് സ്റ്റെമ്മ് വരയ്ക്കണം. സ്റ്റെമ്മ് വരയ്ക്കാൻ വേണ്ടി ഒരേ ലെവലിൽ സ്റ്റെമ്മ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഞാൻ ഈ ത്രെഡ് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കുന്നതാട്ടോ, ഒരു ടൂളായിട്ട്. അങ്ങനെ സ്റ്റെമ്മിട്ടു, അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ നെറ്റ് വെക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ പണി കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ആ ഓവൽ ഷേപ്പ് ഇട്ടല്ലോ, അതിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യണത്. ചെയിൻ സ്റ്റിച്ചൊക്കെ ഞാൻ ഒത്തിരി തവണ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ, എംബ്രോയ്ഡറി തുടക്കമായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. ചെയിൻ സ്റ്റിച്ച് പഠിപ്പിക്കുന്ന വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. അതായത് എംബ്രോയ്ഡറി പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയിൻ സ്റ്റിച്ചൊക്കെ സംശയമായിരിക്കും. അപ്പോൾ അവർക്ക് പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ, ഒന്ന് നോക്കിക്കോളൂ. വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊക്കെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് സ്റ്റെമ്മ് കൗച്ചിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റെമ്മ് ഇവിടെ കാണിക്കുന്നില്ല, ആ ലീഫിലും കൗച്ചിങ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കൗച്ചിങ് ചെയ്യുമ്പോൾ 2 നൂല് കൊണ്ടാണ് കൗച്ചിങ് ചെയ്യുക. ആ 2 നൂലറ്റത്തും സൂചി ഇടുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു നൂലിങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് ആ നൂലിൻ്റെ മുകളിൽ കൂടെ വേറൊരു നൂലിട്ടിട്ട് ഇങ്ങനെ കണ്ടോ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കുക. കൗച്ചിങ്ങൊക്കെ സാധാരണ 2 കളർ നൂലിലാണ് കേട്ടോ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 2 കളർ നൂലെടുക്കണില്ല, ഒറ്റ കളർ നൂലിലാണ് ചെയ്യണത്. പെട്ടെന്ന് നമുക്കൊരു ഡിസൈൻ ചെയ്ത് ഒരു ഫ്രെയിമൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് കൗച്ചിങ്. നൂല് വലിച്ചു പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നൂല് കുഴഞ്ഞു പോവും, വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കുഴഞ്ഞു പിന്നെ എഡ്ജിൽ വരുമ്പോൾ അവിടെയാണിത് സാധാരണ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. എഡ്ജിൽ വരുമ്പോൾ ആ എഡ്ജോട് കൂടിയിട്ട് അങ്ങനെ കോണ് പോലെ പിടിച്ച് വെക്കുക അത്. എന്നിട്ട് അതൊന്നും കൂടെ ചെരിച്ച് വെക്കുക. കണ്ടോ, അതുപോലെ നൂലിങ്ങനെ ചെരിച്ച് പിടിക്കുക. എന്നിട്ട് അടുത്തത് നൂലിതുപോലെ ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ അതത്ര വലിയ മെനക്കെട്ട പണിയൊന്നുമല്ല. സാധാരണ എംബ്രോയ്ഡറി ചെയ്യുന്ന എല്ലാവർക്കും ബേസിക്കായിട്ട് പഠിക്കുന്ന സ്റ്റിച്ചുകളിൽ ഒരെണ്ണമാണ് ഈ കൗച്ചിങ്. നമ്മൾ ബേസിക്കായിട്ട് പഠിച്ച എല്ലാ സ്റ്റിച്ചുകളും പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ.
അപ്പം അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ആ പച്ച സ്റ്റെം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ നൂലിങ്ങോട്ട് ഉള്ളിൽ കൂടെ അങ്ങോട്ട് വലിച്ചിട്ടാൽ മതി. എന്നിട്ട് അടുത്ത ലീഫിനും ഇതുപോലെ കൗച്ചിങ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനത് കാണിക്കുന്നില്ല. അടുത്തത് ഞാൻ ഇതിൻ്റെ വീനെക്ക് ഉണ്ടല്ലോ, വീനെക്ക് ചെയ്യണത് നമ്മളിപ്പോൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്തല്ലോ, ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ചെറിയൊരു വ്യത്യാസത്തിൽ കേബിൾ ചെയിൻ സ്റ്റിച്ച്, അതാ ഈ സ്റ്റിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബോർഡർ സ്റ്റിച്ചായിട്ട് നെക്കിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ചെയിൻ സ്റ്റിച്ച്, ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തില്ലേ അതേപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൂചി അവിടെ തന്നെ അല്ലേ താഴത്തേക്ക് കൊണ്ടുപോകുക. ഇതിൽ നമ്മൾ നൂലിൽ അതുപോലെ ഒന്ന് ചുറ്റിയിട്ട് വേണം സൂചി താഴത്തേക്ക് എടുക്കാൻ. മനസ്സിലാവുണ്ടോ? ഒന്നും കൂടി കാണിക്കാം കേട്ടോ. ഇത് അറിയാത്തവർക്കാണ് ഇത് എത്ര വിശദമായിട്ട് പറയണത്. അതുപോലെ ഒരു ചെയിൻ ഇടുക, ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇതുപോലെ നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇടുന്നു. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൂചി അതിൽ തന്നെയാണ് താഴ്ത്തുക. പകരം നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ആ നൂലിനെ ഒന്നിങ്ങനെ ചുറ്റും, ഒന്ന് ചുറ്റിയിട്ട് അവിടെ തന്നെ പുറത്തേക്ക് കേട്ടോ, പുറത്താണ് സൂചി താഴ്ത്തുക. ചെയിൻ സ്റ്റിച്ചിൽ ചെയിനിൻ്റെ ഉള്ളിലാണ് താഴ്ത്തുക. കേബിൾ ചെയിൻ സ്റ്റിച്ചിലേക്ക് വരുമ്പോൾ സൂചി താഴ്ത്തുന്നതിൻ്റെ മുമ്പ് നൂലിനെ ഒന്ന് ചുറ്റിയിട്ടാണ് സൂചി താഴ്ത്തുക കേട്ടോ. അങ്ങനെ എടുത്തു, ഒരു ചെയിൻ എടുത്തു, എന്നിട്ട് കണ്ടോ ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റുക, എന്നിട്ട് കേബിളിൻ്റെ പുറത്തായിട്ട് സൂചി താഴ്ത്തുക. മനസ്സിലാവുണ്ടോ? അത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. ഇപ്പം നമ്മൾ കണ്ടോ ഒരു ചങ്ങല പോലല്ലേ, നമ്മുടെ കഴുത്തിലൊക്കെ ഇടുന്ന ചങ്ങല, ആന ചങ്ങല അല്ലേ, അതുപോലെ ഒരു കണ്ണിയായിട്ട് വരും. അതാണ്. ഓക്കെ, ഇനി സാധാരണ നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് നോട്ടാണ് ഉപയോഗിക്കുക. അറിയാലോ, ഫ്രഞ്ച് നോട്ടും നമ്മൾ ചെയ്ത് പഠിച്ചതാട്ടോ, വിശദമായിട്ട് തന്നെ പഠിച്ചതാണ്. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് നൂലിന് 2 തവണയാണ് ചുറ്റുന്നുള്ളൂ. അങ്ങനെ ഒന്നും കൂടി കാണിക്കാം. ഫ്രഞ്ച് നോട്ടിൽ നമ്മൾ നൂല് ഇതുപോലെ ചുറ്റുക, താഴ്ത്തുക, അത്രേ വേണ്ടൂ. 4-5 തരത്തിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ വീഡിയോ, വിശദമായിട്ടുള്ള വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. പുതുതായിട്ട് പഠിക്കുന്നവരെ കണ്ടോളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് ബീഡ്സിൻ്റെ വർക്ക് ചെയ്യാം. ഇതിന് വേണ്ടി 2 ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ അടുത്തിങ്ങനെ കുറേ ഇടുക, എന്നിട്ടിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാനപ്പോൾ ആദ്യം എടുത്ത സൂചി 2 മാറ്റിയിട്ട് തീരെ കനം കുറഞ്ഞ സൂചി കേട്ടോ അതെടുത്തിരിക്കുന്നത്. ഇങ്ങനെ കുറേ ബീഡ് ഇങ്ങനെ ഒരുമിച്ച് കോർത്തിട്ട് ചുറ്റി വയ്ക്കുക. എന്നിട്ട് ഏകദേശം ഒരു എത്ര വേണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചുറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഉറപ്പിക്കുക. നമ്മുടെ എവിടെയാണോ ബീഡ് വേണ്ടത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഉറപ്പിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നേരത്തെ നമ്മൾ ചെയ്ത കൗച്ചിങ് മെത്തേഡ് തന്നെയാണ് അവിടെ കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. വേണ്ട എത്ര നമുക്ക് ബീഡ് വേണോ അത്രയും ബീഡ് കോർത്തിട്ട് ഇങ്ങനെ റൗണ്ടിലിടുക. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഉറപ്പിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സൂചിയുടെ ഹോള് വളരെ ചെറുതായിരിക്കും. അപ്പം നമ്മൾ ഒരേഴയിലാണ് ചിലപ്പോഴൊക്കെ കോർക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോട്ടിട്ടിട്ട് 2 ഇഴയിൽ ഈ വർക്ക് ചെയ്യാം. ഇനി ഹോള് കൂടുതലാണെങ്കിൽ, ഇത്രയും കൂടി വലിപ്പമുണ്ടെങ്കിൽ 2 ഇഴയിൽ ചെയ്തിട്ട് നോട്ടിട്ട 4 ഇഴയിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഏകദേശം വർക്ക് തീരാറായി. എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ലൈക്കുകളും കമൻറ്റുകളൊക്കെ വാരിക്കോരി തന്നാലാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മറക്കാതെ ചെയ്യണം കേട്ടോ. നമ്മുടെ വർക്ക് ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്